ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എജുപ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ടെൻഡർ ടച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻഡർ ടച്ച് എന്ന് വെച്ചാൽ എന്താണ്? ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്, മൃദുവായിട്ടുള്ള എന്നാണ് കേട്ടോ മീനിങ്. ടച്ച് എന്ന് വെച്ചാലോ സ്പർശനം, തൊടുക എന്നൊക്കെ പറയാം, സ്പർശിക്കുക. അപ്പോൾ ടെൻഡർ ടച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുവായിട്ടുള്ള സ്പർശനം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഒരു ഫോട്ടോയൊക്കെ തന്നിട്ടുണ്ടല്ലേ, ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ഇതിലെന്താണ്? ഒരു റണ്ണിങ് റേസിൻ്റെ, ഒരു ഓട്ട മത്സരത്തിൻ്റെ പിക്ചറാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ 2 കുട്ടികൾ ഓടുന്നുണ്ടല്ലേ, താഴെ പിന്നെ വേറൊരു കുട്ടി മുട്ടുപൊട്ടി താഴെ ഇരിക്കുന്നുണ്ട്, അവൻ കരയുന്നുകൂടി ഉണ്ടല്ലേ. അപ്പുറത്തൊരു കുട്ടി എന്ത് ചെയ്യുന്നു? അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലേ. ഓക്കെ, താഴെ നമുക്ക് മദർ തെരേസയുടെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. അതായത് നിങ്ങളുടെ കൈകൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനായിട്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ഹൃദയങ്ങളോ സ്നേഹിക്കാനും. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. എ സണ്ണി മോർണിംഗ്. സണ്ണി മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യൻ പ്രകാശമൊക്കെയുള്ള ഒരു മോർണിംഗ്, നല്ല സൂര്യനൊക്കെ ഉദിച്ചിട്ടുള്ള ഒരു മോർണിംഗ്, ഒരു പ്രഭാതം. ഓക്കെ, ദി മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. അപ്പോൾ പ്രഭാത സൂര്യൻ എന്താണ് ചെയ്യുന്നത്? ജനാലയുടെ ഉള്ളിൽ കൂടെ എത്തി നോക്കുകയാണ്. പീപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തി നോക്കി എന്നാണ് കേട്ടോ മീനിങ്. സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അപ്പം സാഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ അമ്മ വിളിക്കുകയാണ്. സാഷേ വേഗം എഴുന്നേക്ക്, ദേ നേരം വൈകണു മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുകയാണ് സോഫ്റ്റ് വോയിസിൽ. ഒരു നല്ല ചെറിയ വോയിസിൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ അമ്മ സാഷേനെ വിളിക്കുകയാണ്. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. അപ്പോൾ അവളെന്തായിരുന്നു? അവൾ പകുതി ഉറക്കത്തിലായിരുന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പോൾ സാഷ എന്താ പറയുന്നേ? അമ്മേ, ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് സാഷ ചോദിക്കുകയാണ്. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെൻറ്റ്ലി പാറ്റഡ് ഹെർ. അപ്പോൾ അമ്മ വന്നിട്ട് അവളെ പതുക്കെ തട്ടിയിട്ട് പറയാണ്, ഇല്ല മോളെ, ദേ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നീ അല്ലെങ്കിൽ ഓൾറെഡി ലേറ്റാണ്. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. അപ്പോൾ സാഷ എന്ത് ചെയ്തു? ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവളുടെ കണ്ണുകളൊക്കെ തിരുമാനായിട്ട് തുടങ്ങി. റബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമാന്നാണ് കേട്ടോ മീനിങ്. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. അപ്പോൾ അവൾ അമ്മയോട് ചോദിക്കുകയാണ്, എന്താ ആ ഒരു സ്മെല്ല്? എന്ത് രസമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. ആ ഒരു സ്മെല്ലിനെ അവൾ നന്നായിട്ട് അങ്ങോട്ട് മണത്തു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ, മദർ ഫോളോഡ് ഹെർ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ കിച്ചണിലേക്ക് വേഗത്തിൽ ഓടി. റഷ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ഓടി എന്നാണ് മീനിങ്. മദർ ഫോളോഡ് ഹെർ, അമ്മ അവളെ ഫോളോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നാലെ പോയി എന്നാണ് കേട്ടോ മീനിങ്. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനായിരിക്കും സാഷ കിച്ചണിലേക്ക് വേഗം ഓടിപ്പോയിട്ടുണ്ടാവുക? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ എന്തായിരിക്കും കിച്ചണിൽ കാണാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. അപ്പോൾ സാഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അപ്പോൾ സാഷയുടെ അച്ഛൻ കിച്ചണിൽ ബിസി ആയിരുന്നു, തിരക്കിലായിരുന്നു കേട്ടോ. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹീ സെഡ്. അപ്പോൾ അച്ഛൻ സാഷയോട് എന്ത് പറഞ്ഞു? മോളെ സാഷേ, നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പലഹാരം റെഡിയാണ് കേട്ടോ. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അപ്പോൾ സാഷ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. അതിനെന്താ മോളെ, നീ കൊണ്ടുപോയിക്കോളൂ, ഇപ്പോൾ നീ പോയിട്ട് റെഡി ആവാനായിട്ട് അമ്മ പറയാണ് കേട്ടോ. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ ഹമ്മിങ് എ ട്യൂൺ. അപ്പോൾ അവളൊരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. സാഷ, ആറിൻ്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. അപ്പം അവളുടെ ഫ്രണ്ടായിട്ടുള്ള നവീന് സാഷയോട് ചോദിക്കുകയാണ്, സാഷേ, നീ ഇതുവരെയായിട്ടും റെഡി ആയില്ലേ? ആറിൻ്റ് യു റെഡി യെറ്റ്? ഇതുവരെയായിട്ടും നീ റെഡി ആയില്ലേ? ഹീ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ അവൻ എന്താ ചെയ്യണ്ടായിരുന്നേ? അവൻ ഗേറ്റിൻ്റെ അടുത്ത് സാഷേനെ വെയിറ്റ് ചെയ്യായിരുന്നു.
ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ്. അപ്പോൾ സാഷ നവീനോട് പറയാണ്, ഒരു 5 മിനിറ്റ്, ജസ്റ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സാഷ പെട്ടെന്ന് റെഡി ആവാണ് കേട്ടോ. ഓക്കെ, താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്ക് ഒരു ഗസ് ഊഹിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇനി ദി സർപ്രൈസ്. ഓക്കെ, സാഷ ആൻഡ് നവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. അപ്പോൾ സാഷയും നവീനും സ്കൂളിലേക്ക് ബെല്ലടിക്കണേക്കാട്ടിലും തൊട്ട് മുൻപ് എത്തി കേട്ടോ. റീച്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തി എന്നാണ് കേട്ടോ. ഓക്കെ, ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. അപ്പം നവീൻ ചോദിക്കുകയാണ്, നല്ല മണം ഉണ്ടല്ലോ, നിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്താണ്? ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അപ്പോൾ ഇതൊരു സർപ്രൈസാണ്, നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമെന്ന് സാഷ പറഞ്ഞു. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. എന്നിട്ട് സാഷ എന്ത് ചെയ്തു? ടിഫിൻ ബോക്സ് എടുത്തിട്ട് അത് തുറന്നു. ഓക്കെ, വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. അപ്പോൾ നവീൻ ഇത് കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? വാവ്, ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ് നവീൻ ആശ്ചര്യപ്പെട്ടു. എക്സ്ക്ലെയിംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു എന്നാണ് കേട്ടോ മീനിങ്. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവാർഡ്സ് സാഷ. അപ്പം എല്ലാ കുട്ടികളും സാഷയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കേട്ടോ. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ, നവീൻ സെഡ്. അപ്പം നവീന് കുട്ടികളോട് പറയാണ്, വെയിറ്റ്, നിങ്ങൾ അവിടെ നിൽക്കൂ, അധികം അങ്ങനെ ധൃതി കൂട്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതും ഉണ്ട് കേട്ടോ. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ഹേയ്, ഹൂ ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. അപ്പോൾ ആ ഒരു സമയത്ത് ആരോ ജനാലിൻ്റെ അരികിൽ നിൽക്കുന്നത് പോലെ തോന്നി. ഹേയ്, ഹൂ ഇസ് ദാറ്റ് എന്ന് സാഷ ചോദിക്കുകയാണ്. ആരാണതെന്ന് സാഷ ചോദിച്ചു. ഓക്കെ, സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. ഹൂ കുഡ് ദാറ്റ് ബി? സാഷ വിൻഡോൻ്റെ അടുത്ത് ആരെയോ കണ്ടു. ആരായിരിക്കും അത്? നമുക്ക് നോക്കാം കേട്ടോ. എ ഗേൾ അറ്റ് ദ വിൻഡോ. അപ്പോൾ ജനാലയ്ക്കരികിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. അപ്പം നവീന് വിൻഡോയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടീനെ കണ്ടു. സോ എ ഗേൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടീനെ കണ്ടു, ഒരു പെൺകുട്ടീനെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവെർ, ഹീ സെഡ്. അപ്പോൾ നവീൻ പറഞ്ഞു, ഞാൻ ഈ കുട്ടീനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. അപ്പോൾ ആ കുട്ടി ഇവരെ ഭയങ്കര ആകാംക്ഷയോടെ ക്യൂരിയസ് ആയിട്ട് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. ആ കുട്ടി ക്യൂരിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗതുകത്തോടെ. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ മെസ്സി ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതുക്കമില്ലാത്ത മുടി, ഒതുങ്ങിയിരിക്കാത്ത മുടി എന്താണ് കാറ്റിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് പറന്ന് കളിക്കുകയായിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളെ കാണുമ്പം നല്ല ക്ഷീണിതയായിട്ടാണ് തോന്നുന്നത്. സാഷ വെൻറ്റ് ടു ദ വിൻഡോ. അപ്പോൾ സാഷ ജനാലയ്ക്ക് അരികിലേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ അപ്പോൾ എന്ത് ചെയ്തു? ആ കുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ഓഫേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു എന്നാണ് കേട്ടോ മീനിങ്. കൊടുക്കാനായിട്ട് കൈ നീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടി അത് വാങ്ങിക്കാണ്ട് ഓടിപ്പോയി. റാൻ അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ ആ കുട്ടീൻ്റെ പിന്തുടർന്നു. ഓക്കെ, ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് തന്നെ ആ കുട്ടി എന്ത് ചെയ്തു? ബുഷസിൻ്റെ പിന്നിലേക്ക് മറഞ്ഞുപോയി. വേർ ഡസ് ഷീ ലിവ്? സാഷ ആസ്ക്ഡ് നവീൻ, ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അപ്പോൾ സാഷ നവീനോട് ചോദിക്കുകയാണ്, ഈ കുട്ടി എവിടെയാണ് താമസിക്കുന്നത് എന്ന് സാഷ ചോദിക്കുകയാണ്. അപ്പോൾ നവീൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവനൊരു വലിയൊരു കഷ്ണം ഉണ്ണിയപ്പം നല്ലോണം ആസ്വദിക്കായിരുന്നു. ഐ ഡോണ്ട് നോ, ഹീ സെഡ്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. സാഷ എന്ത് പറഞ്ഞു? പാവം കുട്ടി, അവളുടെ ഉടുപ്പൊക്കെ കീറിയിരിക്കുകയാണെന്ന് സാഷ പറഞ്ഞു. ഓക്കെ, താഴെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈ ഡിഡൻറ്റ് ദ ഗേൾ അക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഉണ്ണിയപ്പം വാങ്ങാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ആ കുട്ടിക്ക് പേടി വന്നിട്ടുണ്ടായിരിക്കും അല്ലേ, ഇവരൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദ
ഗേൾ കംസ് അഗെയിൻ. അപ്പോൾ ആ കുട്ടി വീണ്ടും വരികയാണ് കേട്ടോ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ഓക്കെ, നമ്മളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് നമ്മളുടെ വിഷമങ്ങൾ സ്മൈലാക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഈ വരികളിൽ പറയുന്നത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. നിങ്ങൾ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മൂഡ് മാറ്റി നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് സാധിക്കും. മിസ് അനുപമ ദ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. അപ്പോൾ അവരുടെ ടീച്ചറായിട്ടുള്ള മിസ് അനുപമ എന്താണ്, ക്ലാസ്സിൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിംഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കുക. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ ആ പെൺകുട്ടീനെ വീണ്ടും കണ്ടു വാതിലിൻ്റെ അടുത്തായിട്ട്. പുവർ ഗേൾ, ഐ തിങ്ക് ഷി വോണ്ട്സ് ടു കം ഇൻ. അപ്പോൾ സാഷ പറയാണ്, പാവം കുട്ടി, എനിക്ക് തോന്നുന്നു അവൾക്ക് ക്ലാസ്സിലേക്ക് വരണമെന്ന്. സാഷ മർമേഡ്. സാഷ എന്ത് ചെയ്തു, ഇങ്ങനെ പിറുപിറുത്തു, ചെറിയ വോയിസിൽ സംസാരിച്ചു. അതിനാണ് മർമേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം കേട്ടോ. ലിസൺ സെഡ് ദ ടീച്ചർ. അപ്പം ടീച്ചർ പറയാണ്, ലിസൺ, ഇവിടെ ശ്രദ്ധിക്കൂ. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. അപ്പോൾ ടീച്ചറിൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ ആ പെൺകുട്ടി ഓടിപ്പോയി കേട്ടോ. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? എന്തിനായിരിക്കും ആ കുട്ടി തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കുക, വീണ്ടും വന്നിട്ടുണ്ടായിരിക്കുക? ആ കുട്ടിക്ക് പഠിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ, ആഗ്രഹം കൊണ്ടായിരിക്കും ആ കുട്ടി വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എ ലല്ലബായ്. ലല്ലബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താരാട്ടുപാട്ടിനാണ് കേട്ടോ പറയുന്നത്. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം സാഷയും നവീനും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൺ ദ വേ ദേ ഹിയർഡ് സമ്മൺ സിംഗിങ് എ സോങ്. അപ്പോൾ പോകുന്ന വഴിയിൽ അവർ ആരോ ഒരു പാട്ട് പാടുന്നത് പോലെ അവർ കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. അപ്പോൾ പാട്ട് ഇങ്ങനെയായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സിന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് കേട്ടോ, സഹായിക്കും. ലെൻഡ് എ ഹാൻഡ്. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് എന്താണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നവീൻ ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ക്ഡ്. അപ്പോൾ സാഷ നവീനോട് ചോദിക്കുകയാണ്, നവീനെ നീ ആ പാട്ട് കേട്ടോ എന്ന് ചോദിക്കുകയാണ്. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ, നവീൻ റിപ്ലൈഡ്. നവീൻ സാഷയോട് തിരിച്ച് പറയാണ്, ആ സോങ് ആണ് നമുക്ക് ഇന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നത് അല്ലേ. ബട്ട് ഹൂ ഈസ് സിംഗിങ്? പക്ഷെ ആരാ അത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വായോ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾക്ക് ആരാണ് ആ പാട്ട് പാടുന്നതായിട്ട് തോന്നുന്നത്? മേ ബി ആ കുട്ടിയായിരിക്കും അല്ലേ, അവിടെ ആ ക്ലാസ്സിലേക്ക് വന്ന ആ പെൺകുട്ടി ആയിരിക്കാം പാടുന്നത് അല്ലേ. എ പ്ലസൻറ്റ് സർപ്രൈസ്. ഓക്കെ, ഒരു സർപ്രൈസ് ആണ് കേട്ടോ. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. അപ്പോൾ സാഷയും നവീനും ആ ഒരു പെൺകുട്ടീനെ ഒരു മരത്തിൻ്റെ അടുത്തായിട്ട് കണ്ടു. സ്പോട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു എന്നാണ് കേട്ടോ മീനിങ്. ഷീ വാസ് ക്രാഡ്ലിങ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അപ്പം ആ ഒരു പെൺകുട്ടി എന്താ ചെയ്യുന്നുണ്ടായിരുന്നേ, ആ കുട്ടിയുടെ അനിയനെ പാട്ട് പാടിയിട്ട് തൊട്ടിലാട്ടുമായിരുന്നു. ഹൗ ക്വിക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്, നവീൻ വിസ്പേർഡ് ടു സാഷ. അപ്പം നവീന് സാഷയോട് പറയാണ്, എന്തൊരു പെട്ടെന്നാണല്ലേ ആ കുട്ടി ആ സോങ് പഠിച്ചത്. ക്വിക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, ലേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു എന്നാണ് അർത്ഥം. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. അപ്പോൾ ആ കുട്ടി ഇവരെ കണ്ടപ്പം ആ കുട്ടി ചിരിച്ചു. ഓക്കെ, സ്മൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചു എന്നാണ് കേട്ടോ അർത്ഥം. ഷീ ട്രൈഡ് ടു കോംബ് ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അപ്പം അവരെ കണ്ടപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, അവളുടെ ഉണങ്ങിയ മുടി വിരലുകൾ വെച്ചിട്ട് ഈരാനായിട്ട് തുടങ്ങി കേട്ടോ, ഈരാനായിട്ട് ശ്രമിച്ചു. യു സിംഗ് ബ്യൂട്ടിഫുള്ളി, നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. അപ്പം നവീൻ എന്ത് ചെയ്തു, നവീൻ ആ കുട്ടീനെ ആ പാട്ട് കേട്ടിട്ട് അവൻ ആ കുട്ടീനെ പുകഴ്ത്തി. നീ നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പാട്ട് പാടുന്നുണ്ട്, നല്ല സുന്ദരമായിട്ട് പാട്ട് പാടുന്നുണ്ട്.
സാഷ വാണ്ടഡ് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. അപ്പോൾ സാഷയ്ക്ക് എന്താണ്, ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഓക്കെ, താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ് വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്. എന്തായിരിക്കും സാഷയുടെ ഗിഫ്റ്റ്, ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പോകുന്ന ഗിഫ്റ്റ്? നമുക്ക് നോക്കാം കേട്ടോ. ദി ഗിഫ്റ്റ്. സാഷ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ എന്ത് ചെയ്തു, അവളുടെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അപ്പോൾ അതെന്തായിരുന്നു, പടങ്ങളൊക്കെയുള്ള ഒരു സ്റ്റോറി ബുക്കായിരുന്നു, കഥാ ബുക്കായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. അപ്പോൾ സാഷ പറഞ്ഞു ഇത് നിനക്കുള്ള സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി ബുക്ക് കൊടുത്തു. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. എന്നിട്ട് സാഷ ആ ബുക്ക് ആ കുട്ടിക്ക് കൊടുത്തു. ദി ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, കുട്ടി അവളുടെ കൈകൾ അവളുടെ പാവാടയിൽ തുടച്ചു. വൈപ്ഡ് എന്ന് വെച്ചാൽ തുടച്ചു എന്നാണ് കേട്ടോ അർത്ഥം. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. ആ കുട്ടി എന്ത് ചെയ്തു, ആ കുട്ടി ആ ബുക്ക് പുഞ്ചിരിയോടുകൂടി വാങ്ങിച്ചു. റിസീവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിച്ചു, വാങ്ങിച്ചു എന്ന് കേട്ടോ അർത്ഥം. കബിത ഹൂ ഇസ് ദർ, ഹെർ മദർ കോൾഡ് ഔട്ട്. അപ്പോൾ കബിതയുടെ അമ്മ അവളെ വിളിക്കുകയാണ്. കബിത ഹൂ ഇസ് ദർ, അവിടെ ആരാണെന്ന് ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ, നവീൻ ഹറീഡ് ഹിയറിങ് ദ വോയിസ്. ഈ വോയിസ് കേട്ടപ്പം നവീന് പറഞ്ഞു തിടുക്കത്തിൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ഓക്കെ, വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കബിത. നമുക്ക് കബിതേനെ കുറിച്ചിട്ട് അനു ടീച്ചറിനോട് എന്തായാലും പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റഡ്. അപ്പോൾ സാഷ പറഞ്ഞു എനിക്ക് തോന്നുന്നു ടീച്ചർ സാഷേനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, സഹായിക്കും, എനിക്ക് ഉറപ്പാണെന്ന് ഉള്ള ഒരു രീതിക്ക് സാഷ പറഞ്ഞു. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കബിത, ഹൗ? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അനു ടീച്ചർ കബിതനെ ഹെൽപ്പ് ചെയ്യുമോ, എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ദി സ്മൈൽ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. അപ്പോൾ ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. ദി ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കബിത ഇൻ ദ സ്കൂൾ അസംബ്ലി. അപ്പം ഹെഡ് മാസ്റ്റർ സ്കൂൾ അസംബ്ലിയിൽ പറയാണ്, പ്രിയ കുട്ടികളെ, നമുക്ക് ഇന്നൊരു പുതിയ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. അവൾ വളരെ ദൂരത്തിൽ നിന്നാണ് വരുന്നത്, നമുക്ക് അവളെ വെൽക്കം ചെയ്യാമെന്ന് ഹെഡ് മാസ്റ്റർ പറയാണ്. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അപ്പോൾ കബിത വരുവാണ്, നമ്മുടെ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് കബിത വരുന്നത്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ. അപ്പം കബിത എല്ലാവരെയും നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. ദി ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കബിതാസ് പാരൻറ്റ് ടു ദ സ്റ്റേജ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ കബിതയുടെ പാരൻസിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കേട്ടോ. ഇൻവൈറ്റഡ് എന്ന് വെച്ചാൽ ക്ഷണിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. അപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചു. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നവീൻ, ദേ ഹെൽപ്ഡ് കബിത ടു ജോയിൻ അസ്. അപ്പം ഹെഡ് മാസ്റ്റർ പറയാണ്, സാഷേനെയും നവീനെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, ഞാൻ പ്രശംസിക്കുന്നു. ദേ ഹെൽപ്ഡ് കബിത ടു ജോയിൻ അസ്. അവരാണ് കബിതയെ ഇവിടെ ജോയിൻ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. സാഷ ആൻഡ് നവീൻ പ്ലീസ് കം ടു ദ ഡയസ്, ദി ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ സാഷയോടും നവീനോടും വേദിയിലേക്ക് കയറി വരാനായിട്ട് ഹെഡ് മാസ്റ്റർ പറയാണ് കൈയടിച്ചുകൊണ്ട്. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡയസ്? അപ്പോൾ എന്തിനായിരിക്കും ഹെഡ് മാസ്റ്റർ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? കാരണം അവരാണ് കബിതേനെ സ്കൂളിലേക്ക് ചേർത്താനായിട്ടും ഉള്ള ഒരു മുൻകൈ എടുത്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഹെഡ് മാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അടുത്തത് ടിയേഴ്സ് ഓഫ് ജോയ്, അതായത് സന്തോഷത്തിൻ്റെ കണ്ണീര്. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവാർഡ്സ് ദ സ്റ്റേജ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ വിളിച്ചപ്പോൾ സാഷി നവീനും സ്റ്റേജിലേക്ക് പോയി. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, അവർക്ക് ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തു. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം എഗെയിൻ. എല്ലാ കുട്ടികളും കൈയടിച്ചു കേട്ടോ. കബിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കബിത അപ്പോൾ എന്ത് ചെയ്തു, സാഷനെയും നവീനെയും നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവളുടെ കണ്ണുകൾ നന്ദി കൊണ്ട് എന്താ പറയുക, തിളങ്ങി എന്നാണ് പറയുന്നത്. ബ്രൈറ്റൻഡായി തിളങ്ങി. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മീനിങ് നന്ദി എന്നാണ് കേട്ടോ. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവ്രി മൈൻഡ്. അപ്പോൾ അനു ടീച്ചറിൻ്റെ സോങ്, പാട്ട് എല്ലായിടത്തും എക്കോ ചെയ്യായിരുന്നു, എല്ലാവരുടെ മനസ്സിലും. ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്,
ഗീവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനുണ്ടല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ സ്വർണത്തിനെക്കാട്ടിലും മൂല്യമുള്ളവരാണെന്ന്. കാരണം എന്തുവാണെന്നറിയോ, അവർ ഒരു ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള സ്നേഹം തരുമെന്നാണ് പറയുന്നത് കേട്ടോ. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അപ്പോൾ അനുപമ ടീച്ചർ മുൻപോട്ട് വന്നിട്ട് കവിതേനെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു കേട്ടോ. The girl smiled. A tiny drop of tear glittered in the corner of her eyes. അപ്പം കെട്ടിപ്പിടിച്ചപ്പോൾ ആ കവിത എന്ത് ചെയ്തു, ചിരിച്ചു. എന്നിട്ട് ഒരു ചെറിയ ഒരു ഡ്രോപ്പ് ഓഫ് ടിയർ, അതായത് കണ്ണുനീരിൻ്റെ ഒരു ചെറിയ തുള്ളി അവളുടെ കണ്ണിലുണ്ടായിരുന്നു. അത് നിന്നിട്ട് ഗ്ലിറ്റർ ചെയ്യായിരുന്നു, തിളങ്ങുമായിരുന്നു കേട്ടോ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് കവിത സ്മൈൽ? എന്തിനായിരിക്കും അവൾ കവിത സ്മൈൽ ചെയ്തിട്ടുണ്ടായിരിക്കുക? കാരണം സാക്ഷയും നവീനുമാണ് അവളെ സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് മുൻകൈ എടുത്തത് അല്ലേ. അപ്പോൾ അവരെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സും ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.